മനുഷ്യരിൽ ആദി നിറയ്ക്കും. തല മൊട്ടയാകുന്നതോടെ വിഗ് വെച്ച് ആത്മവിശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുന്നവർ വർദ്ധിച്ചു വരികയാണ്. തലമുടി നഷ്ടമാകുന്നതോടെ ജീവിതം അവസാനിച്ചെന്ന് കരുതുന്നവർ മൊട്ട ഗ്ലോബലിനെ കുറിച്ച് അറിയണം. തല മൊട്ടയടിച്ചവരുടെ ആഗോള മലയാളി സംഘടനയാണിത്. പോസിറ്റീവായി ചിന്തിക്കുന്ന ഊർജ്ജസ്വലരായ ആളുകളുടെ മനോഹരമായ കൂട്ടായ്മയിലുള്ളത് ഒരു പറ്റം മൊട്ടകളാണ്. ഇന്ന് സംസ്ഥാനം നേരിടുന്ന രാസലഹരി വിപത്തിനെതിരെ ഒരു കേരള യാത്രയിലാണ് മൊട്ട ഗ്ലോബൽ ടീം. മെയ് 4 രാവിലെ 10 മണിക്ക് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച ലഹരി വിരുദ്ധ സന്ദേശ കേരള യാത്ര കണ്ണൂരും വയനാടും കോഴിക്കോടും മലപ്പുറവും പാലക്കാടും താണ്ടി മെയ് 8 വൈകിട്ട് 4:30 തൃശൂരിൽ എത്തിച്ചേർന്നു. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ സതീഷ് പി കെ മൊട്ട ഗ്ലോബലിന്റെ തൃശൂരിലെ ലഹരി വിരുദ്ധ സന്ദേശ കേരള യാത്രാ സംഗമം ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെ മൊട്ട ഗ്ലോബൽ നടത്തുന്ന കേരള യാത്രയെക്കുറിച്ച് ഫൗണ്ടർ പ്രസിഡന്റ് സജീഷ് കുട്ടനെല്ലൂരിന്റെ പ്രതികരണം കേൾക്കാം. തലമുട്ടയടിച്ചവരുടെ ആഗോള മലയാളി സംഘടനയായ മൊട്ട ഗ്ലോബൽ ഇന്ന് ലഹരി വിരുദ്ധ സന്ദേശ കേരള യാത്രയുടെ ഭാഗമായിട്ട് കാസർഗോഡും തുടങ്ങിയിട്ട് ഇന്ന് സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൻ്റെ ഹൃദയഭൂമിയിൽ വന്നെത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ യാത്ര 18-ാം തീയതി തിരുവനന്തപുരത്ത് സമാപിക്കും. കേരളത്തിൽ ഇന്ന് മലയാളികൾ അല്ലെങ്കിൽ ലോകം തന്നെ നേരിടുന്ന ലഹരി എന്ന് പറഞ്ഞ മാരകമായ രാസലഹരിയുടെ മഹാവിപത്തിനെ ചില ആശയങ്ങൾ കൊണ്ടും സന്ദേശങ്ങൾ കൊണ്ടും ജനങ്ങളിൽ എത്തിക്കാനുള്ള ഒരു സംഘടനയുടെ ഒരു ഉത്തരവാദിത്തമാണ് ഞങ്ങൾ 1400-ലേറെ വരുന്ന മെമ്പർമാർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. 34 രാജ്യങ്ങളിലായി 1400-ലേറെ സന്നദ്ധ പ്രവർത്തകരുള്ള മൊട്ട ഗ്ലോബൽ സമൂഹത്തിന് വലിയ മാതൃകയാണ്. ലഹരിക്കെതിരായ പോരാട്ടത്തിന് യാതൊരു വിധത്തിലുമുള്ള സ്പോൺസർഷിപ്പോ പിരിവുകളോ ഒന്നുമില്ലാതെയാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത്. ഇത്രയും ആളുകളോട് ഒന്നിച്ചു കൂടുമ്പോൾ ഒരുപാട് ബിസിനസ്സുള്ള ആളുകളോ ജോലിയുള്ള ആളുകളൊക്കെയാണ് ഒന്നിച്ചു കൂടിയിട്ടുള്ളത്. ഒമാൻ ചാപ്റ്ററിൻ്റെ പ്രസിഡന്റ് അടക്കം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ആരംഭിച്ച ഈ ഒരു മൊട്ട ഗ്ലോബലിൻ്റെ യാത്ര ലോകം മുഴുവൻ പരക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു പ്രോഫിറ്റും ആഗ്രഹിക്കാതെ, ഒരു രൂപ പോലും നമുക്ക് സ്പെൻഡ് ചെയ്യാതെ, ഇപ്പോൾ ഈ കേരള യാത്രയ്ക്ക് തന്നെ ഏതെങ്കിലും ഒരു സംഘടന ഒരു സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ കോടികളാണ് സ്പെൻഡ് ചെയ്യുക. നമ്മുടെ മൊട്ട ഗ്ലോബലിനെ 0 കോസ്റ്റാണ്. ഒരു രൂപ പോലും പിരിവെടുക്കുകയോ ഒരു രൂപ പോലും ആരുടെ നിന്ന് വാങ്ങിക്കുകയോ ചെയ്യാതെയാണ് ഈ ഓർഗനൈസേഷൻ മുന്നോട്ട് പോകുന്നത്. അതുതന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നതും. മൊട്ടയായതിന്റെ പേരിൽ ബോഡി ഷെയ്മിംഗ് അനുഭവിച്ചവരാണ് മൊട്ട ഗ്ലോബലിലെ പല അംഗങ്ങളും. ഈ സംഘടനയിൽ ചേർന്ന് സാമൂഹ്യ സേവന രംഗത്ത് സജീവമായതോടെ മൊട്ടയായിരിക്കുന്നതിൽ അഭിമാനം കൊള്ളുകയാണിപ്പോൾ തിലകൻ ചേട്ടൻ. ബോഡി ഷെയ്മിംഗ് വളരെയധികം അനുഭവിച്ചിട്ടുള്ള ആളാണ് ഞാൻ. മൊട്ടയായതുകൊണ്ട് തിലകൻ മൊട്ട എന്ന് കുടിച്ചിരുന്ന കൂട്ടുകാരും എൻ്റെ നാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊക്കെ എനിക്ക് ഭയങ്കരമായ ഒരു ഷെയിം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എനിക്കതിൽ അഭിമാനമാണ്. കാരണം തൃശ്ശൂർ ചാപ്റ്ററിൻ്റെ മൊട്ടയായിട്ട് ഞാനിപ്പോൾ ഏകദേശം ഒരു മാസമായിട്ടുണ്ടാവും. ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പരിപാടി ഇപ്പോൾ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടക്കുകയാണ്. കാസർഗോഡ് മുതൽ തുടങ്ങിയിട്ട് ട്രിവാൻഡ്രത്ത് അവസാനിക്കുന്ന ഈ പരിപാടിയുടെ തൃശ്ശൂർ സാംസ്കാരിക നഗരത്തിലെത്തുന്ന ഈ അവസ്ഥയിലും എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞാൽ എനിക്ക് അഭിമാനമുണ്ട്. അപ്പം ഒരു മൊട്ടയായിരിക്കാനുള്ള ഒരു സന്തോഷം എനിക്കിപ്പോൾ ഉണ്ട്. മുൻപ് എനിക്ക് അതൊരു ഒരു ഷെയിമായിരുന്നെങ്കിൽ ഇപ്പോൾ എനിക്ക് അത് ഷെയിമില്ലാത്ത ഒരു അഭിമാനമായി മാറ്റാൻ കഴിഞ്ഞ മൊട്ട സലാമിന് നന്ദിയുണ്ട്. ഇനിയും മൊട്ടകൾ ഉണ്ടാവട്ടെ, ഇനി മറ്റു പലയിടങ്ങളിലും ചാപ്റ്ററുകൾ ഉണ്ടാവട്ടെ, അതിന് എൻ്റെ ആശംസയുണ്ട്. ഫിറ്റ്നസ് ട്രെയിനറായ ജോബി മൈക്കിൾ മൊട്ട ഗ്ലോബലിലെ ഒരു വൈബ് അംഗമാണ്. എവിടെ ചെന്നാലും ഫിറ്റ്നസിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ ജോബി തന്റേതായ രീതികൾ അവലംബിക്കാറുണ്ട്. തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷന് മുന്നിൽ ജോബി നടത്തിയ പ്രകടനം ആദ്യം കാണാം. ചിലതൊക്കെ നമുക്കൊക്കെ ദൈവം തരുന്ന കാര്യങ്ങളാണ്. അത് എല്ലാവർക്കും മനസ്സിലാവില്ല. അപ്പം ഞാൻ ഇതിനെ പറ്റിയൊരു ജോക്ക് പറയാം. ചില ആൾക്കാർക്ക് ഇത് പിടിച്ചു നിൽക്കാനായിട്ട്, പെട്ടകൾ സമൂഹത്തിൽ പിടിച്ചു നിൽക്കാനായിട്ട് ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇന്ന് വളരെയധികം സന്തോഷപൂർവ്വമാണ് നമ്മളൊക്കെ പിടിച്ചു നിൽക്കുന്നത്, ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ ഞാനൊക്കെ ആ കാലഘട്ടത്തിൽ പറഞ്ഞിരുന്ന ഒരു ജോക്കുണ്ട്. പെട്ടാന്നൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ അവരെ അവർ മുടിയുള്ള ആൾക്കാരാണല്ലോ സ്വതവേ പെട്ടാന്ന് വിളിക്കുകയുള്ളൂ. അപ്പോൾ അവൻ്റെ അടുത്ത് നമ്മൾ വളരെ മാന്യമായിട്ടും വളരെ രസമായിട്ടും പറയാറുണ്ട്. ചിലവർക്ക് മുടി കൊടുക്കും, ചിലവർക്ക് ബുദ്ധി കൊടുക്കും. ഇത് ആ രീതിയിലാണ് നമ്മൾ. അപ്പോൾ അവനത് കേൾക്കുമ്പോൾ തന്നെ ആകെ ഒന്ന് തരിച്ചു പോവും. അപ്പോൾ അതുമ്മയാണ് നമ്മൾ പിടിച്ചു നിന്നിരുന്നത്.
പക്ഷെ ഇന്ന് അതൊന്നും ഒന്നും ആവശ്യമില്ലാതെ വളരെ സന്തോഷം നിറഞ്ഞ പെട്ടയായി എന്നതിൽ അഭിമാനം കൊണ്ട് ഒരു ചരിത്ര നിമിഷമാണ് ഇന്ന്. തല മൊട്ടയായതിന്റെ പേരിൽ ബോഡി ഷേമിംഗ് നേരിടുന്നവരുണ്ടെങ്കിൽ അവരോട് മൊട്ട ഗ്ലോബൽ ടീമിന് കിടിലൻ വൈബിൽ ഒന്നേ പറയാനുള്ളൂ.